Hello. Welcome to market discussion of the day. Today, January 27, 2025. മൺഡേ ആണ് ഈ വീക്കിൻ്റെ ഫസ്റ്റ് ഡേ ആണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ ഒരു റിമൈൻഡറാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റണ്ണിങ് ആണ്, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന 1 മണിക്കൂർ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. 2 ബാച്ചായിട്ടായിരിക്കും ക്ലാസ് നടക്കുക. വൈകുന്നേരം ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും ഇന്ത്യൻ ടൈമിംഗ് 10 മണിക്കുമായിട്ടായിരിക്കും നമ്മുടെ മലയാളം ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഫണ്ടമെൻ്റൽസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, സോ ഫണ്ടമെൻ്റൽസിൽ ഈ ആഴ്ച നമുക്കൊരു ഫണ്ടമെൻ്റൽ വീക്കായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം നമുക്ക് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ന്യൂസുകൾ വരുന്നുണ്ട് എന്നതിനേക്കാട്ടിലും ഉപരി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റതിന് ശേഷം വരുന്ന 2 ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ന്യൂസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഭയങ്കരമായ ഇമ്പോർട്ടൻറ്റ് ന്യൂസോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ഇന്ന് UK ടൈമിംഗ് 3 മണിക്ക് ന്യൂ ഹോം സെയിൽസ് മാത്രമാണ് ഇന്നത്തെ ദിവസത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. പിന്നീട് ECB പ്രസിഡന്റ് ലഗാർഡിന്റെ സ്പീച്ചും ഉണ്ട്. അത് UK ടൈമിംഗ് 3:35 ഓക്കെ, യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ആ സമയത്ത് ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാനുള്ളത്. ഓക്കെ, സോ നാളെ നമുക്ക് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട്. US നിന്ന് വരുന്ന ന്യൂസാണ്. CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ നോർമലി CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ആക്ച്വലി ഒരു എന്താ പറയുക വോളറ്റാലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. പക്ഷെ നാളത്തെ ന്യൂസിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് മറ്റന്നാൾ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നതാണ്. US എന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരികയാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നമുക്ക് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ന്യൂസിനെ നമ്മൾ കണക്കാക്കണ്ട. ഓക്കെ, സോ മറ്റന്നാൾ ബുധനാഴ്ച നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് 1:15 UK ടൈമിംഗ് 1:15 ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. സോ ആ സമയത്ത് നമ്മൾ തൽക്കാലം യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് 2:15 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ചുണ്ട്. അതേപോലെ 3:30 നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും ന്യൂസും ബുധനാഴ്ച വരുന്നുണ്ട്. ഓക്കെ, സോ UK ടൈമിംഗ് 7 മണിക്ക്, ഓക്കെ, അതായത് 7 മണിക്കാണ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. ഓക്കെ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിനുശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസിനകത്താണ് കൂടുതൽ ന്യൂസുകളെ പറ്റി നമ്മൾ അറിയുന്നത്. ഓക്കെ, സോ അത് ആ സമയത്ത്, അതായത് നമുക്ക് ആക്ച്വലി ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഫുൾ ഡേ ട്രേഡ് ചെയ്യാൻ പറ്റും ബുധനാഴ്ച. ഓക്കെ, സോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4 മണി വൈകുന്നേരം യൂറോപ്പൊക്കെ ക്ലോസ് ആയതിനു ശേഷം മാത്രം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ബുധനാഴ്ച തൊട്ട് വ്യാഴാഴ്ച രാത്രി വരെ മാറി നിന്ന് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാം. ടെക്നിക്കൽ ഡേ ആണ്. കാരണം വ്യാഴാഴ്ച നമുക്ക് സംഭവബഹുലമായ ദിവസമാണ്. കാരണം യൂറോ സോണിൽ നിന്ന് നമുക്ക് അവിടുത്തെ GDP വരുന്നുണ്ട്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ വരുന്നുണ്ട് യൂറോയിൽ നിന്ന്. അതിനുശേഷം നമുക്ക് GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് US നിന്ന്. വെരി ഇമ്പോർട്ടൻ്റ് ഡേറ്റയാണ്. അത് സമയത്ത് മാറി നിൽക്കുക. അതായത് മറ്റന്നാൾ വ്യാഴാഴ്ച ഒരു ഉച്ച മുതൽ ബുധനാഴ്ച മൊത്തത്തിൽ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അതിനുശേഷം 1:30 ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്. ഓക്കെ, സോ 11:50 റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. UK ടൈമിംഗ് 11:50. അതായത് ഇന്ത്യയിൽ അത് വെളുപ്പിനെ ആയിരിക്കും ജപ്പാനിൽ നിന്ന് റീറ്റെയിൽ സെയിൽസ് വരുന്നത്. ഓക്കെ, സോ ജാപ്പനീസ് യെൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വ്യാഴാഴ്ച രാത്രി ഓപ്പൺ പൊസിഷൻ ഇട്ട് വെക്കാതിരിക്കുക. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് വെള്ളിയാഴ്ച നമുക്ക് ഫുള്ളി ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് ട്രേഡ് ചെയ്യാം. ചെറിയ ന്യൂസുകളുണ്ട്. വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാനൊന്നും പോകുന്ന ന്യൂസുകളല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ,
സോ കമ്മിങ് ടു നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ടെക്നിക്കലായിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ JPYയിലോട്ട് തന്നെ വരുമ്പം JPY ഒരു വലിയൊരു ഫോളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ. രാവിലെ അല്ല, ഐ മീൻ ഒരു 10 മണിക്ക് ശേഷം ഉള്ള 9 മണിക്ക് ശേഷമുള്ള ക്യാൻഡിൽസ് എല്ലാം താഴോട്ട് തന്നെയായിരുന്നു മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇത് ഒരു ഇവിടുത്തെ 8 മണിക്കുള്ള ക്യാൻഡിലാണ്. ഒറ്റയടിക്ക് 155 താഴെയായിട്ട് ഓൾമോസ്റ്റ് 153.70 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ നേരത്തെ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ഡിസ്കഷനിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, മാർക്കറ്റ് നമ്മൾ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 156 അവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 150 താഴെ 56 താഴെയായിട്ട് സെല്ല് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഹ്യൂജ് പ്രോഫിറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 200 പിപ്പിനടുപ്പിച്ചുള്ള ഒരു പ്രോഫിറ്റ് ഓൾറെഡി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അത് വലിയൊരു ലാഭമാണ്. ലാഭം എടുത്ത് മാറുക, കാരണം 154 സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ഞാൻ അവിടെ നിന്നൊരു ബൈ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. 152 മാർക്കറ്റ് ഇനിയും സഞ്ചരിച്ച് താഴോട്ട് പോയി 152 വരെ പോയാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 154 വെച്ച് ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, വീണ്ടും 156 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സെല്ല് ചെയ്യാം. 156.60 മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 152 കിട്ടിക്കഴിഞ്ഞാലും 151.60 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അവിടെ നിന്ന് വേണമെങ്കിലും ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ യൂറോയിലോട്ട് വരുമ്പം യൂറോ നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് കാണിച്ചു. 1.0500 മുകളിലായിട്ട് കഴിഞ്ഞ 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് യൂറോയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, സോ പക്ഷേ ഒരിക്കലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ 1.0500 അവിടെ നിന്ന് മുകളിലായിട്ടൊരു ക്യാൻഡിൽ ഫോം ചെയ്യാത്തത് കൊണ്ടിട്ട് എനിക്ക് അവിടുന്ന് ബൈ ചെയ്യണം എന്ന് പറയാനായിട്ടുള്ളൊരു ധൈര്യമില്ല. ഓക്കെ, സോ അവിടുന്ന് അടുത്ത ക്യാൻഡിൽ അല്ലെങ്കിൽ US ഓപ്പൺ ആവുന്ന ക്യാൻഡിലും യൂറോപ്പ് ക്ലോസ് ആകുമ്പോഴും 1.0500 താഴെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് ഇപ്പോൾ US ഓപ്പൺ ആവുന്ന സമയത്തും യൂറോപ്പ് ക്ലോസ് ആവുന്ന സമയത്തും നമുക്ക് 1.0500 മുകളിലായിട്ടാണ് മാർക്കറ്റ് എങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, 1.0700 വരെ ഉള്ള ഒരു പ്രോഫിറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടുന്ന് നമുക്ക് ബൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ GBPയിലോട്ട് വരുമ്പോൾ നമുക്ക് GBPയും നമുക്ക് നല്ലൊരു അപ് ട്രെൻഡ് കാണിച്ചു. പോസിറ്റീവ് കുറേ ദിവസമായിട്ട് 1.2500 താഴെയായിട്ടിരുന്ന മാർക്കറ്റ് ചെറുതായിട്ട് 1.25 മുകളിലായിട്ട് ഞാൻ കയറത്തില്ല എന്ന് പറഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം ഇതിനെ. ഓക്കെ, സോ ഞാൻ നേരത്തെ യൂറോയിൽ പറഞ്ഞ അതേപോലെ തന്നെ 1.2500 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.2800 വരെ നമുക്ക് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം. നേരെ മറിച്ച് US ഓപ്പണിങ്ങിനും യൂറോപ്പ് ക്ലോസിങ്ങിനും 1.2500 താഴെയായിട്ട് ഇതിപ്പം നിൽക്കുന്നതാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ഒരു എന്താ പറയുക ക്യാൻഡിൽ പോലും ഇതിൻ്റെ മുകളിലായിട്ട് ഓപ്പൺ ആയില്ലെങ്കിൽ നമുക്ക് 1.2500 താഴെയായിട്ട് നമുക്ക് സെല്ല് ചെയ്യാം. ഞാൻ സെല്ല് ഒരിക്കലും GBPയിൽ പറയാത്തതാണ്, പക്ഷേ വേണമെങ്കിൽ ചെയ്യാം. ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരു 0.3 ലോട്ട് വരെ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് പോയ ലോ വരെ നമുക്ക് മാർക്കറ്റ് ഒരു ടേക്ക് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാം. 1.2430 ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളത് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളൊരു കാര്യം. GBPയിൽ ഞാൻ ഒരിക്കലും സെല്ല് പറയുന്നില്ല. 1.2500 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയാൽ മാത്രം ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. താഴോട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്ങിന് വീണ്ടും താഴെ കിട്ടിയാൽ അവിടുന്ന് ചെറിയ ലോട്ട് സെല്ലെടുത്തോണ്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്താ വെച്ചാൽ ഗോൾഡ് അപ് ട്രെൻഡാണ്. ഓക്കെ, ഗോൾഡ് അങ്ങനെ ഇങ്ങനെയൊന്നും താഴോട്ട് പോകത്തില്ല. ഓക്കെ, ഓൾ ടൈം ഹൈ അടുത്ത് നിൽക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ക്യാൻഡിൽ പോയത് 2771, 2790 ഗോൾഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടായതിനു ശേഷം ഏറ്റവും ടോപ്പിൽ പോയിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ മുകളിലൊന്നും പോയിട്ടില്ല. ഓക്കെ, സോ
മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഞാൻ ഒരിക്കലും ഗോൾഡിനകത്ത് സെല്ല് എന്ന് പറയുന്ന സംഭവം എടുക്കാനായിട്ട് ഞാൻ പറയത്തേ ഇല്ല. ഓക്കെ, ഈവൻ ഓൾ ടൈം ഹൈയിൽ നിൽക്കാൻ നേരത്തും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് 0.2 ലോട്ട് അവിടെ നിന്ന് സെല്ല് ചെയ്തുകൊണ്ട് ചെയ്യാം. എന്നല്ലാതെ സെല്ല് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത്. ഓക്കെ, ബൈ ചെയ്യാം, പക്ഷേ ഈ ഒരു പോയിന്റിലൊക്കെ ബൈ ചെയ്യണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം മാർക്കറ്റ് ഒരു രാവിലെ 2649 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് ഈ ഒരു 2768 ജംപ് ഡൗൺ ചെയ്താണ് സ്റ്റാർട്ട് ചെയ്ത്. ആ ഒരു 2770 സ്റ്റാർട്ട് ചെയ്ത് താഴെ വരെ പോയി. ഏഷ്യ ക്ലോസിങ്ങിൻ്റെ സമയത്ത് 2749 റേഞ്ചിൽ വന്നു. അവിടെ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, 2740 പോയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് താഴോട്ട് വന്ന് 2740 കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാം. 2730 കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നും ബൈ ചെയ്യാം. 30 കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ബൈ മിസ്സാക്കരുത്. 2722 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളൊരു കാര്യം വളരെ മാൻഡേറ്ററി ആണ് എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ മനസ്സിൽ വെച്ച് അവിടെ നിന്ന് ബൈ ചെയ്യാം. ഇല്ല, നമുക്ക് നാളെ ഇനിയിപ്പം ഞാനൊരു ട്രേഡ് ഞാൻ പറയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മാർക്കറ്റ് നാളെ രാവിലെ 7:30 മണിക്ക് അല്ലെങ്കിൽ ഇന്ന് US ഓപ്പണിങ്ങിൻ്റെ സമയത്തും 2760 മുകളിലായിട്ടാണ് മാർക്കറ്റ് എങ്കിൽ ഇന്ന് മാർക്കറ്റ് പോയ ലോവസ്റ്റ് പോയിന്റിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഗോൾഡ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% ടാക്സ് ആണ് അവരുടെ മുകളിൽ ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തൊട്ടയൽവക്കത്ത് കിടക്കുന്ന രാജ്യത്തിന് വരെ അത്രയും ടാക്സ് കൊടുക്കാമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ എന്തായിരിക്കും അവരിഞ്ഞി കൊടുക്കാൻ പോകുന്ന ടാക്സ് അല്ലേ? അപ്പം അതിൻ്റെ ഒരു ഇതിനകത്ത് കൂടുതലും രാജ്യങ്ങളും അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളൊക്കെ കൂടുതൽ പൈസ അവർ ഗോൾഡ് ആസ് എ സേഫ് ഹെവൻ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ അവിടുന്ന് ഗോൾഡിൽ ഭയങ്കര ലെവലിലുള്ള ഒരു ബൈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഒരു കാരണവശാലും സെല്ല് ചെയ്യരുത്, ഓൾ ടൈം ഹൈയിൽ പോലും പോയി സെല്ല് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് വൺസ് 2790 മുകളിലായിട്ടൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് 2830 വരെയും 30 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 2880 വരെയും പോകാനുള്ള പോസിബിലിറ്റിയാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് എന്താ പറയുക, സെല്ലെന്ന് പറയുന്നൊരു ചിന്തയെ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ സപ്പോസ് എങ്ങാനും ഒരു റഷ്യ ഉക്രൈൻ വാറിൻ്റെ സീസ് ഫയർ എങ്ങാനും വന്നു എങ്കിൽ ഇപ്പം ഓൾറെഡി പുടിൻ വരെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമുക്ക് സീസ് ഫയർ കൊണ്ടുവരണം എന്നുള്ള കാര്യം. ഡൊണാൾഡ് ട്രംപ് ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുടിൻ അത് എന്താ പറയുക, അവസാനിപ്പിക്കാനുള്ള പോസിബിലിറ്റിയൊക്കെ തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പല ന്യൂസുകളിൽ നിന്നും അറിയാൻ പറ്റുന്ന കാര്യം അല്ലേ? സോ നമുക്ക് അങ്ങനെ ഒരു ന്യൂസ്, ഒരു സീസ് ഫയർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് താഴോട്ട് പോവും. അതും വലിയൊരു മാർക്കറ്റ് താഴോട്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ല. ഒരു 2730 അല്ലെങ്കിൽ 2700 അല്ലെങ്കിൽ 2630 2600 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറിയാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ലോങ്ങർ ടേമിലോട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസത്തെ പ്ലാനിങ്ങിൽ നമുക്ക് ബൈ ചെയ്ത് ഒരു എന്താ പറയുക, സ്വിംഗ് ട്രേഡിങ് ചെയ്യാം നമുക്ക്. ഓക്കെ, ട്രേഡ് ചെയ്തിട്ട് മിണ്ടാതിരിക്കുക, ഇതാണ് പരിപാടി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അപ്പം അതാണ് എനിക്ക് ഗോൾഡിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ എനിക്ക് മെയിനായിട്ടും പറയാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്തായാലും ഓക്കെ, നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടാതെ അല്ലെങ്കിൽ റിസ്ക് മാനേജ് ചെയ്യാതെ ട്രേഡ് ചെയ്യരുതെന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് നമ്മളുടെ അടുത്ത ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.